ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞു നാട്ടിൽ വിലസി നടക്കുന്ന സമയം ഉണ്ടായ ഒരു സംഭവമാണ്. എൻ്റെ കസിൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. എൻ്റെ കസിന് വിവാഹം ഒരു ലവ് മാരേജ് ആയിരുന്നു. അവർ തമ്മിൽ 8 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. അവൻ്റെ വൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗന്ദര്യം എടുത്തു തുളുമ്പുന്ന വിധത്തിലുള്ളതായിരുന്നു. അവളുടെ പേര് മുബീന എന്നായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു. ചാർജിങ്ങിന് വെച്ചിരുന്ന ഫോൺ എടുക്കാൻ പോയത് അറിയാതെ ഒരു നമ്പറിൽ നിന്നായിരുന്നു കോൾ. എടുത്തു നോക്കിയപ്പോൾ ബാബിയാണ്. ഞാൻ അവളെ ബാബി എന്നാണ് വിളിച്ചിരുന്നത്. എന്നോട് ബാബി ചോദിച്ചു, നീ എവിടെയാ ഉള്ളത് എന്ന്. ഞാൻ പറഞ്ഞു, വീട്ടിലുണ്ട്. അപ്പോൾ ബാബി പറഞ്ഞു, എടാ കാക്കു, അതായത് ഹസ്ബൻഡ്, കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഹസിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്താ, അതൊന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ കാക്കു നിന്നോട് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കി. ഞാൻ സാധനങ്ങൾ വാങ്ങാൻ റെഡി ആയപ്പോഴാണ് ഓർമ്മ വന്നത്. എവിടെയാണോ ലൊക്കേഷൻ ഒന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ബാബിയോട് മെസ്സേജ് അയച്ച് ചോദിച്ചു. എല്ലാം ഓക്കെ ആക്കി സാധനം വാങ്ങി അവളുടെ വീട്ടിലെത്തി. ബെല്ലടിച്ച് വെയിറ്റ് ചെയ്തപ്പോൾ ബാബി ഡോർ തുറന്നു വന്നപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു തരിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. അവർ ധരിച്ചിരുന്നത് ഒരു നൈറ്റ് ഡ്രസ് പോലെയുള്ള ഡ്രസ്സായിരുന്നു. കയറി വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ശരിക്കും അപ്പോഴാണ് ബോധം വന്നത് എന്ന് പറയാം. വീട്ടിൽ കയറി സാധനം എൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ പോവാന്ന് പറഞ്ഞു. ബാബി പറഞ്ഞു, ഇത്ര പെട്ടെന്ന് പോവുകയാണോ? ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. ചായ ഒന്നും വേണ്ട ബാബി, വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ബാബി ഇപ്പം വരാ എന്ന് പറഞ്ഞു കിച്ചണിലേക്ക് പോകാൻ തിരിഞ്ഞു നിന്നപ്പോൾ ബാബി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവരുടെ ചരുവം കണ്ടപ്പോൾ എൻ്റെ എല്ലാ കൺട്രോളും നഷ്ടപ്പെട്ടു. ഞാൻ അവർ അടുക്കളയിലേക്ക് പോകുന്നവരെ നോക്കി നിന്നു. ഡാ, നിനക്ക് ജ്യൂസ് എടുക്കട്ടെടാ എന്ന് ചോദിച്ചു. കിച്ചണിൽ നിന്ന് അവളുടെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനും പോയി കിച്ചണിൽ ഒന്ന് പോയി നോക്കി. അവിടെ ബാബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, ഉമ്മ എവിടെ പോയി ബാബി എന്ന്. അപ്പോഴാണ് അറിഞ്ഞത് ഉമ്മയും അനിയത്തിയോടും കൂടെ ഉമ്മാടെ വീട്ടിൽ പോയി കാണുമെന്ന്. കുറച്ച് കഴിഞ്ഞ് അവർ വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു മനസമാധാനമായി. കുറച്ചും കൂടി ധൈര്യം സംഭരിച്ച് ഞാൻ കിച്ചണിലുള്ള സ്ലാബിൻ്റെ മുകളിൽ ഇരുന്നു. ജ്യൂസ് കുടിച്ച് കാക്കുവിൻ്റെ വിശേഷമെല്ലാം ചോദിച്ചു. കാക്കുവിൻ്റെ വരവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ എന്തൊക്കെയോ ബിസിനസ് പ്രശ്നം ഉണ്ടെന്നും കുറച്ചുകൂടെ കഴിയും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു. നേരം പോയത് അറിഞ്ഞില്ല. കാക്കു പോയിട്ടിപ്പോൾ 2 വർഷമായില്ലേ ബാബി എന്ന് ഞാൻ ചോദിച്ചു. ബാബിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നി മുഖത്ത്. അതിനിടയിൽ ഒരു ഗ്ലാസ് താഴെ വീണു. ബാബി അത് എടുക്കാൻ വേണ്ടി താഴ്ന്നപ്പോൾ ഞാൻ അവരുടെ കയ്യിലുണ്ടായിരിക്കുന്ന ആ കരിക്കും കുടങ്ങളും കണ്ടു. ഞാൻ കണ്ടു എന്ന് ബാബിക്കും ബോധ്യമായി. പൊട്ടി ചിതറിയ ഗ്ലാസ് എല്ലാം എടുത്ത് ബാബി തിരിഞ്ഞു നടന്നപ്പോൾ ഞാൻ ശരിക്കും അടിമുടി അവരെ ഒഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ പോയിരുന്നു. ഞാൻ ബാബിയോട് പറഞ്ഞു, എവിടെയാണ് വാഷ്റൂം? ഞാൻ വാഷ്റൂമിൽ കയറി എൻ്റെ കയ്യിലുണ്ടായിരിക്കുന്ന ആ കരിമൂർക്കനെ പുറത്തെടുത്ത് ഞാൻ കുഞ്ഞു മോനെ എന്ന പോലെ തടവാൻ തുടങ്ങി. പെട്ടെന്നാണ് വാഷ്റൂമിൽ ബാബിയുടെ ഡ്രസ്സെല്ലാം അലക്കാൻ വെച്ചിരിക്കുന്നത് കണ്ട് അതിൽ എനിക്ക് വേണ്ടതെല്ലാം എടുത്ത് അത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ ബാബിയെ പറ്റി ആലോചിക്കാൻ തുടങ്ങി. പിന്നീട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കരിമൂർക്കൻ്റെ പ്രയോഗിച്ചായിരുന്നു എൻ്റെ പ്രവർത്തനം മുഴുവനും. എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. എന്നാ ഞാൻ പോകട്ടെ എന്ന് ബാബിയോട് പറഞ്ഞു. ഞാൻ വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. മുബീനയെ പറ്റിയുള്ള ചിന്തകൾ എനിക്ക് കൂടി വന്നു. ഒരു ദിവസം അതിനു പറ്റിയ ഒരു സാഹചര്യം വന്നു. അവരുടെ വീട്ടിൽ ഇതുപോലെ തന്നെ കറണ്ടില്ലാത്ത ഒരു സമയത്ത് അവർ എന്നെ വിളിച്ചു. കാക്കു, ഇല്ലാത്തത് കൊണ്ടാടാ ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല, ഒന്ന് വന്ന് ശരിയാക്കാൻ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത് തന്നെ അവസരമെന്ന് കരുതി ഞാൻ ബാബിയുടെ വീട്ടിലേക്ക് പോയി. ഞാൻ അവരുടെ വീട്ടിലെത്തി. മീറ്റർ എവിടെ എന്ന് ചോദിച്ചു. മീറ്റർ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ മുന്നേ നടന്നു. പിന്നാലെ ഞാനും നടന്നു.
മൊബൈലിൻ്റെ ആ അരണ്ട വെളിച്ചത്തിൽ ഞാൻ അവരെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീറ്റർ ഇരിക്കുന്ന ഭാഗത്തെത്തി. ബാബി പോയി ഒരു ചെയർ കൊണ്ടുവന്നു. ഞാൻ അതിൽ കയറി നിന്നു. പെട്ടെന്ന് തീർക്കാവുന്ന കാര്യം ഞാൻ സമയമെടുത്ത് ചെയ്ത് തീർക്കാൻ ശ്രമിച്ചു. എൻ്റെ ശ്രദ്ധ മുഴുവനും ബാബിയിലായിരുന്നത് കൊണ്ട് ഞാൻ ഇരിക്കുന്ന ആ ചെയറൊന്നു സ്ലിപ്പായിപ്പോയി. ഞാൻ നേരെ വീണത് ബാബിയുടെ മുകളിലേക്കായിരുന്നു. ഞാൻ മുകളിൽ വീണതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റാതെയായി. എൻ്റെ മുഖം അമർന്നതോ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കരിങ്കുടങ്ങളിലായിരുന്നു. അവർ എന്നെ പിടിച്ച് തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ ഒന്നും കൂടി അവരെ മുറുക്കി പിടിച്ചപ്പോൾ അവരുടെ ആ എതിർപ്പ് ഇല്ലാതെയായി. 2 വർഷമായി കാക്കയില്ലാതെ വരണ്ടുണങ്ങിയ നെൽപ്പാടം അത് കൈക്കലാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. ഞാൻ അവരെ ഇറുക്കി പിടിച്ചു. ആ വരണ്ടുണങ്ങിയ നെൽപ്പാടത്തിനെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു എൻ്റെ മുഖം പോയിരുന്നത്. ആ നെൽപ്പാടങ്ങൾ എൻ്റെ മുഖത്തമർന്നതും മുബീനയുടെ ചെറുതായുള്ള പ്രതികരണം പോലും അവിടെ നിന്നുപോയി. ആ ഉണങ്ങിയ നെൽപ്പാടങ്ങളിൽ നിന്ന് നീരുറവ് പൊട്ടി. ഞാൻ പതുക്കെ എൻ്റെ ആ കരിമൂർഖനെ കൊണ്ട് അവളുടെ ഉണങ്ങിയ വരണ്ട നെൽപ്പാടങ്ങളെ തുടച്ചു മാറ്റി. പിന്നീട് പലപ്പോഴും ഞങ്ങളുടെ ഈ സംഗമം ആരംഭിച്ചു. ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞു നാട്ടിൽ വിലസി നടക്കുന്ന സമയം ഉണ്ടായ ഒരു സംഭവമാണ്.